പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോക വനിതാ ദിനമാണ്. ഭൂമിയും ആകാശവും ഉണ്ടായത് മുതൽ സ്ത്രീ വിശ്രമിച്ചിട്ടുണ്ടാവില്ല. ശരിയല്ലേ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയൊന്ന് നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ ഒന്ന് നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളുടെ പാതിയൊന്ന് നോക്കിയാൽ മതി. അവളുടെ കർമ്മശേഷിയിൽ, മനസ്സിനാൽ, ഒടുങ്ങാത്ത ആഗ്രഹത്താൽ, ആവേശത്താൽ പടുത്തുയർത്തിയതാണ് ഈ ലോകം. ഈ ലോകത്തിന്റെ യഥാർത്ഥ അവകാശികൾ അവരാണ്, സംശയമൊന്നുമില്ല. അമേരിക്കൻ എഴുത്തുകാരി ഡയാന മേരി ചൈൽഡ് പറഞ്ഞതുപോലെ സ്ത്രീ ഒരു പൂർണ്ണ വൃത്തമാണ്. അവളിൽ സൃഷ്ടിക്കാനും പരിപോഷിപ്പിക്കാനും പരിവർത്തനം വരുത്താനുമുള്ള കഴിവുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാ മേഖലയിലെയും സ്ത്രീ മുന്നേറ്റത്തിന്റെ വിജയഗാഥകളാണ് ഇന്ന് നാം ഓർമ്മിക്കുക. എന്നാൽ ഈ കഥകളിലൊന്ന് അടയാളപ്പെടുത്താതെ പോകുന്ന ചില സ്ത്രീകളിലാണ്. തങ്ങളുടെ ജീവിതം കുടുംബത്തിനായി സമർപ്പിച്ചവർ, വിജയിച്ചവർക്കായി വെയിൽ കൊണ്ട് അവർക്ക് തണലേകിയവർ, മക്കൾക്കും കുടുംബത്തിലെ മറ്റുള്ളവർക്കും വേണ്ടി സ്വന്തം താല്പര്യങ്ങൾ മാറ്റി വെച്ചവർ, ബുദ്ധിയില്ലെന്ന് പറഞ്ഞ് അധ്യാപകർ മടക്കി അയച്ച തോമസ് ആൽവ എഡിസനെ വീട്ടിലിരുത്തി പഠിപ്പിച്ച് ലോകം കണ്ട ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞനാക്കിയ അമ്മ നാൻസി, മയക്കുമരുന്നിന് അടിമയായിരുന്ന റോബർട്ട് ഡൗണി ജൂനിയറിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് അയൺമാനാക്കിയ ഭാര്യ സൂസൻ, സൈക്കിൾ ഷോപ്പ് നടത്തി പണം സമ്പാദിച്ച് വിമാനം കണ്ടുപിടിക്കാൻ റൈറ്റ് സഹോദരന്മാർക്ക് കരുത്തായ ഇളയ സഹോദരി കാതറിൻ. അങ്ങനെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് വിജയികളെ സൃഷ്ടിച്ച അനേകം സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലുമുണ്ട് നമുക്ക് താങ്ങായും തണലായും നിൽക്കുന്നവർ. ഇന്നു മാത്രമല്ല, എന്നും അവരെ ചേർത്ത് പിടിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് വനിതാ ദിനം. പ്രിയപ്പെട്ടവരെ, എത്ര നാരീസ്തു പൂജ്യന്തേ തത്രൈരമന്തേ ദേവതാഹ എന്നാണ്. പൂജിച്ചില്ലെങ്കിലും അവരെ അപമാനിക്കാതിരുന്നാൽ മതി, അവഗണിക്കാതിരുന്നാൽ മതി. ഈ ലോകം നിങ്ങളുടേത് കൂടെയാണ് എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ മതി.